السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين. أما بعد، الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. ബഹുമാന്യരായ സയ്യിദന്മാരെ, ആലിമീങ്ങളെ, വേദിയിലും സദസ്സിലുമായി ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഫضല് കൊണ്ട് നമ്മുടെ ഈ സംഗമം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇതിനു വേണ്ടി കോരിച്ചൊരിയുന്ന മഴയത്തും രാവും പകലും വ്യത്യാസമില്ലാതെ ഓടി നടന്ന് പ്രവർത്തിച്ച മേഖലയിലുള്ള സ്നേഹനിധികളായ പ്രവർത്തകർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. സാമ്പത്തികമായും മറ്റും ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി യത്നിച്ച എല്ലാവരിൽ നിന്നും അല്ലാഹു അതൊക്കെ സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. വ്യക്തിപരമായ ആക്ഷേപങ്ങളോ സംഘടനാപരമായ സങ്കുചിതത്വങ്ങളോ ദുന്യവിയായ ഏതെങ്കിലും നിരക്കുള്ള താല്പര്യങ്ങളോ ഇല്ലാതെയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ദുന്യവിയായ താല്പര്യമാണെങ്കിൽ ഇപ്പം ഏറ്റവും നല്ലത് മിണ്ടാതിരിക്കുക, സേഫായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദുന്യാവുണ്ടാവും. ഒരു പ്രധാനപ്പെട്ട വ്യക്തി ഷജറ എന്നാക്ഷേപിക്കപ്പെടുന്ന നമ്മുടെ ഒരു സുഹൃത്തിനോട് പറഞ്ഞത്, ഞങ്ങളെ കൂടെ കൂടിക്കോ, ദുന്യാവും ആഖിറവും ഉണ്ടാവുന്ന. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ മിണ്ടാതിരുന്നാൽ രക്ഷപ്പെടാനാണെങ്കിൽ, അല്ലെങ്കിൽ ദുന്യവിയായ താല്പര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും നല്ലത് അതാണ്. ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്നതാണ് നമ്മുടെ പ്രമേയം. SMFൻ്റെ നിലമ്പൂർ മേഖലയുടെ കീഴിൽ ആദർശവിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയത്തെ അധികരിച്ചുകൊണ്ട് നടത്തപ്പെട്ട പ്രഭാഷണങ്ങളിൽ അടുത്ത കാലത്തും മുമ്പും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എടുത്ത നയനിലപാടുകൾ, തീരുമാനങ്ങൾ കൃത്യമായി വ്യക്തമായി ഉള്ള സമയം വെച്ച് നമ്മുടെ പ്രഭാഷകർ, പണ്ഡിതന്മാർ ഇവിടെ വിവരിക്കുകയുണ്ടായി. ആലുവ ത്വരീഖത്തും CICയും അങ്ങനെ പലതും. ഇത് നിലമ്പൂർ മേഖലയ്ക്ക് മാത്രമേ സാധിക്കൂ എന്നതാണ് യാഥാർത്ഥ്യം. കാളികാവ് മേഖലക്കും സാധിക്കും. നിലമ്പൂർ മേഖലയിലും കാളികാവ് മേഖലയിലും അല്ലാതെ SMFൻ്റെ ബാനറിൽ നിന്നുകൊണ്ട് സമസ്തയുടെ ആദർശവും സമസ്തയുടെ നയനിലപാടുകളും കൃത്യമായി വെട്ടിത്തുറന്ന് പറയാൻ സാധ്യമാകുന്ന ഒരു മേഖല കേരളത്തിൽ വേറെയില്ല. എന്തുകൊണ്ട്? അത് തന്നെയാണ് നിലവിലെ പ്രശ്നം. എന്തുകൊണ്ട് സമസ്തയുടെ ആശയങ്ങളെ കൃത്യമായി പറയാൻ സാധ്യമല്ല? CICയുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ മേഖലയുടെയോ കാളികാവ് മേഖലയുടെയോ SMFൻ്റെ ബാനറിന്റെ താഴെ നിന്നുകൊണ്ടല്ലാതെ കേരളത്തിലെ വേറെ ഏതെങ്കിലും ഒരു മേഖല SMFൻ്റെ കീഴിൽ CICയുമായി സമസ്തയുടെ വിഷയങ്ങളെ വിശദീകരിക്കാൻ സാധിക്കുമോ? ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ നമുക്ക് താല്പര്യമുണ്ട്. സാധിക്കില്ല. എന്തുകൊണ്ട്? മുഴുമിപ്പിക്കാൻ സാധിക്കുകയില്ല. സ്റ്റേജിൽ നിന്ന് തന്നെ അത് മുഴുവനാക്കാൻ സാധിക്കുകയില്ല എന്നർത്ഥം. അതാണ് നിലവിലുള്ള സാഹചര്യം. നമുക്കറിയാം,
14 നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു ആദർശത്തിൻ്റെ സംരക്ഷണമാണ് സമസ്ത കേരള ജമഈയത്തുൽ ഉലമ ഇവിടെ നിർവഹിക്കുന്നത്. 1 നൂറ്റാണ്ടോളം എന്ന് പറയുന്നത് സമസ്ത എന്ന സംഘടനാ സംവിധാനത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ചാണ്. ആശയപരമായി 14 നൂറ്റാണ്ടിൻ്റെ പൈതൃകമാണ് സമസ്തയിലൂടെ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത്. ആ 14 നൂറ്റാണ്ടിൻ്റെ വഴിയിൽ നിന്ന് ഈ ഉമ്മത്തിനെ ചിലർ വ്യതിചലിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോഴാണ് ഇവിടെ സമസ്ത ഉണ്ടായത് തന്നെ. ആ സമസ്ത കേരള ജമഈയത്തുൽ ഉലമ അന്നും ഇതിൻ്റെ പ്രാരംഭത്തിലും ഇപ്പോ 2025 ബിദ്അത്തിന്റെ നവീന ആശയത്തിന്റെ ലാഞ്ചന കണ്ടാൽ അതിനെതിരെ പ്രതികരിച്ചിരിക്കും, നടപടി സ്വീകരിച്ചിരിക്കും. സമസ്തയെ സ്നേഹിക്കുന്ന ആളുകൾ ആ നടപടിക്ക് അല്ലെങ്കിൽ ആ സമസ്തയുടെ തീരുമാനത്തിന്റെ കൂടെ ശക്തമായി ഉറച്ചു നിൽക്കുകയും ചെയ്യും. പിന്നെ അത്തരം സാഹചര്യങ്ങളിൽ ഇവിടെ നേരത്തെ പ്രഭാഷകർ പറഞ്ഞതുപോലെ ചാപ്പയടിക്കപ്പെടൽ അത് പ്രശ്നമൊന്നുമല്ല. ഇപ്പോൾ ഖുറാഫികൾ എന്ന് വഹാബികൾ നമ്മളെ പറയണില്ലേ? വഹാബികൾ ഇപ്പോൾ നമ്മളെ ഖുറാഫികൾ എന്ന് കാലങ്ങളായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് എന്തുണ്ടായി? നമ്മൾ ഖുറാഫികൾ എന്ന് അവർ പറഞ്ഞാൽ എന്താ? നമ്മൾ തവസ്സുലിൻ്റെ ആളുകളാണ്, ഇസ്തിഗാസയുടെ ആളുകളാണ്, തബറുക്കിൻ്റെ ആളുകളാണ്, സുന്നികളാണ്, അതുകൊണ്ട് നിങ്ങൾ ഖുറാഫികളാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഖുറാഫി ഒന്നും അല്ല എന്ന് പറയാൻ വേണ്ടി നമ്മൾ മുണ്ടാതെ അടങ്ങിയോടെ ഇരുന്നോ? ഇല്ല. എന്നതുപോലെ ഷജറാന്നോ മരക്കുറ്റിയെന്നോ എന്ത് പേര് വിളിച്ചാലും സമസ്തക്കാരൻ എന്ന നിലക്കല്ലേ വിളിക്കപ്പെടുന്നത്? തീർച്ചയായും. അപ്പൊ അതുകൊണ്ട് എന്തായാലും അതൊരു സമാധാനമാണ്. വേറെ പേരൊന്നും ചീത്തപ്പേരൊന്നും അല്ലല്ലോ അല്ലേ? ചീത്തപ്പേരൊന്നും നമ്മളെ വിളിക്കാൻ അവർക്കും തോന്നിയില്ലല്ലോ. അതും വലിയ നിഅമത്താണ്. അത്ര കണ്ടാൽ മതി. അപ്പോ ഏതവസ്ഥയിലും സമസ്തയുടെ കൂടെ നിൽക്കുക എന്നതാണ് ഒരു സമസ്തക്കാരൻ സുന്നി എന്ന നിലയ്ക്ക് നമ്മുടെ ബാധ്യത. ഞാൻ കൂടുതൽ പ്രഭാഷണം നടത്താനല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ഘോരമായ പ്രസംഗത്തിനല്ല. SMF-മായി ബന്ധപ്പെട്ട് ഇവിടെ CIC-യും സത്താർ സാഹിബിൻ്റെ പ്രഭാഷണത്തിൽ പറയപ്പെട്ട ചില സമന്വയ സ്ഥാപനങ്ങളിൽ ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്ന കളികളും നിങ്ങൾ കേട്ടല്ലോ. അതുപോലെ SMF-ൽ ചില കളികൾ ചിലർ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇത് എല്ലാവർക്കും കൃത്യമായി ബോധ്യമായ സംഗതിയാണ്. ഇതിപ്പോൾ നമ്മളിവിടെ വിശദീകരിച്ചാൽ അത് ലീഗ് വിരുദ്ധത കൊണ്ടാണ് എന്നാണ് പറയപ്പെടുക. അവൻ അത് സഖാവായത് കൊണ്ടാണ് എന്നാണ് പറയപ്പെടുക. അതിൻ്റെ ഒരു രസം ഞാൻ പറഞ്ഞുതരാം. ഒരാഴ്ച മുമ്പ് ഒരു മാധ്യമ പ്രവർത്തകൻ, ഒരു പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിൻ്റെ റിപ്പോർട്ടർ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് ഞാനുമായി സംസാരിച്ചു. അപ്പോൾ ആ സംസാരത്തിൻ്റെ ഇടയിൽ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ സമസ്തയുടെ നേതാക്കൾ ഒരു വിഷയം നിങ്ങൾക്കൊരു ബൈറ്റ് തരുമ്പോൾ അവർ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് കൃത്യമായി നിങ്ങൾ അവതരിപ്പിക്കുന്നതിന് പകരം നിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി അതിനെ വളച്ചൊടിക്കുകയും ആ പരാമർശം നടത്തിയ അല്ലെങ്കിൽ പ്രസംഗം നടത്തിയ ബൈറ്റ് തന്ന പണ്ഡിതനെ ലീഗ് വിരുദ്ധ പക്ഷം, ലീഗ് അനുകൂല പക്ഷം എന്നിങ്ങനെ തരംതിരിക്കുന്നത് എന്തിനാണ്? അത് അവാസ്തവമല്ലേ? ഇവിടെ സമസ്തയും ലീഗും തമ്മിൽ എന്താണ് പ്രശ്നം? അങ്ങനെ ഒരു പ്രശ്നത്തിന്റെ സാധ്യതയുമില്ലല്ലോ. കാരണം രണ്ടും ഒന്ന് മതസംഘടനയാണ്, ഒന്ന് രാഷ്ട്രീയ സംഘടനയാണ്. മഹാനായ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങള് കഴിഞ്ഞ ദിവസം മാധ്യമത്തോട് പറഞ്ഞ പോലെ മതപരമായ വിഷയങ്ങളിൽ ഇടപെടാൻ സമസ്തയെയാണ് സർക്കാർ അതിന് ക്ഷണിക്കുക എന്ന് പറഞ്ഞല്ലോ. ആ രീതിയിൽ മതപരമായ വിഷയങ്ങൾ സമസ്ത കൈകാര്യം ചെയ്യുന്നു, രാഷ്ട്രീയ വിഷയങ്ങളിൽ സമസ്ത ഇടപെടാറുമില്ല. പിന്നെ ഇവിടെ അങ്ങനെ ലീഗ് സമസ്ത ഫൈറ്റിന്റെ ആവശ്യമില്ലല്ലോ എന്ന് ഞാൻ അയാളോട് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അത് നിങ്ങളെക്കാൾ നന്നായി ഞങ്ങൾക്കറിയാം. ഇവിടെ ആദ്യമായി അങ്ങനെ ഒരു നരേഷൻ കൊണ്ടുവന്നത് മീഡിയ വണ്ണാണ്. പിന്നെ മറ്റു ചില ചാനലുകൾ അത് ഏറ്റുപിടിച്ചു. ഇപ്പോൾ ഞങ്ങൾ ഇനി ഇത്തരം വിഷയങ്ങൾ പറയണമെങ്കിൽ ലീഗ് അനുകൂല വിഭാഗം, ലീഗ് വിരുദ്ധ വിഭാഗം എന്നതിനേക്കാൾ മനോഹരമായ മറ്റൊരു വാക്ക് ഞങ്ങൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ആൾക്കാർ ഞങ്ങളെ വീഡിയോ കാണണമെങ്കിൽ എങ്ങനെയുണ്ട്? ഇതാണ് അവസ്ഥ. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഇതാണ്. അപ്പോ
അത്തരം ഒരു ചാപ്പയും നമ്മെ ബാധിക്കുന്ന വിഷയമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം സമസ്തക്കാരൻ എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി. അപ്പോൾ ഞാൻ കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി ഉസ്താദ് ഇവിടെ സംസാരിക്കാനുണ്ട്. നമുക്കറിയാം, SMF-മായി ബന്ധപ്പെട്ട് പഞ്ചായത്ത്, ജില്ല, മേഖല, ജില്ലാ കമ്മിറ്റികളൊക്കെ നിലവിൽ വന്നു. സംസ്ഥാന കമ്മിറ്റിയും നിലവിൽ നിന്നു. SMF-ന്റെ മേഖലാ പരിപാടിയിൽ നിന്നുകൊണ്ട് SMF-നെതിരെ സംശയത്തിൻ്റെ മുനകളെറിയുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നോ എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല. കാരണം SMF-മായി ബന്ധപ്പെട്ട് പഞ്ചായത്ത്, മേഖല, ജില്ലാ അടിസ്ഥാനത്തിൽ നിരവധി തിരിമറികൾ നടന്നിട്ടുണ്ട് എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്. അത് നിഷേധിക്കാൻ ഇന്ന് ഒരാൾക്കും സാധ്യമല്ല. അത് നിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ SMF-മായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി ഉസ്താദും സമസ്തയുടെ നേതാക്കളിൽ ചിലരും ചില വിഷയങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിന് മറുപടി പറയുകയാണ് എന്ന രീതിയിൽ ഞാൻ ആളുകളുടെ, വ്യക്തികളുടെ പേരുകൾ പരാമർശിച്ചുകൊണ്ട് സംസാരിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അത് അവർ വലുതാവണ്ടാന്ന് കരുതിയിട്ടാണ്. പേര് പറയപ്പെട്ടാൽ പോലും ഉള്ളിൽ സന്തോഷിക്കുന്ന അത്രയും അതുപോലുള്ള ചില ആളുകളൊക്കെ അവിടെ ഉണ്ട് എന്നതുകൊണ്ടാണ് ഉപദ്രവത്തിനും പേര് പരാമർശിക്കേണ്ട, ഉപകാരത്തിനും പേര് പരാമർശിക്കേണ്ട എന്ന നിലക്ക് പേര് പരാമർശിക്കുന്നില്ല. ചൂണ്ടിക്കാണിച്ചാൽ ആളുകളെ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അത്രയും ജനങ്ങളുടെ ഇടയിൽ പല സമയത്തും കളവുകൾ പറഞ്ഞ് അത്തരം ആളുകൾ പരിഹാസ്യരായിട്ടുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി ഉസ്താദും അതുപോലെ സമസ്തയുടെ നേതാക്കളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് SMF-ൽ നടന്ന ചില വിഷയങ്ങളെ ഉന്നയിച്ചുകൊണ്ട് ഉസ്താദിന്റെ പ്രസംഗത്തിലൊക്കെ പരാമർശത്തിലൊക്കെ വന്നപ്പോൾ മാധ്യമങ്ങളോട് ഇവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. ആരോപണം അടിസ്ഥാനരഹിതം. SMF കോഴിക്കോട് സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ മെമ്പർഷിപ്പ് ക്യാമ്പയിനും തെരഞ്ഞെടുപ്പും ക്രിയാത്മകമായി പൂർത്തീകരിക്കപ്പെട്ട ശേഷം ചില തൽപര വ്യക്തികൾ അവരുടെ സ്ഥാനങ്ങൾ ഉപയോഗപ്പെടുത്തി സംഘടനയ്ക്കെതിരെ നടത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും കരുതിക്കൂട്ടി ഭിന്നത സൃഷ്ടിക്കുന്നതുമാണ് എന്ന് SMF സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ്, ഞാൻ പേര് വായിക്കല്ല, ഇതിലുള്ള പേരാണ്, ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദ്വി, ജനറൽ സെക്രട്ടറി U മുഹമ്മദ് ഷാഫി ഹാജി, വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ സമദ് പൂക്കോട്ടൂർ, ഓർഗനൈസിംഗ് സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി എന്നിവർ പത്രക്കുറിപ്പിൽ അറിയിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് ബഹാഉദ്ദീൻ ഉസ്താദ് ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ്. കാരണം ഇത് പച്ചയായ വാസ്തവ വിരുദ്ധമായ കളവാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ സാധാരണക്കാരില്ലേ, ഉമറാക്കളില്ലേ? നിങ്ങളുടെ നാട്ടിലൊക്കെ പഞ്ചായത്ത് SMF-ന്റെ ഇലക്ഷൻ നടന്നില്ലേ? ക്രിയാത്മകമായി ആണോ നിങ്ങളുടെ പഞ്ചായത്തുകളിലൊക്കെ SMF-ന്റെ മെമ്പർഷിപ്പ് വിതരണം നടന്നു? ഒന്ന് പറഞ്ഞേ. അല്ല. ആയിരക്കണക്കിന് കേരളത്തിലെ തെരുവോരങ്ങളിൽ മൈക്ക് കെട്ടി ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് സമസ്തയുടെ മക്കൾ ഒരേ സ്വരത്തിൽ പറയുമല്ല എന്ന്. ഇത് അനീതിയല്ലേ? അക്രമമല്ലേ? സമസ്തയുടെ ഉന്നത പദവിയിലുള്ള ബഹാഉദ്ദീൻ ഉസ്താദിനെ പോലെയുള്ള മുഷാവറ മെമ്പർമാരായ ഉസ്താദുമാരുടെ പേര് വലിച്ചയച്ചുകൊണ്ട് പത്രമാധ്യമങ്ങളുടെ കൂടെ കളവുകൾ പ്രചരിപ്പിക്കുക, അത് ഉസ്താദുമാരെ അപകീർത്തിപ്പെടുത്തലല്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് ബഹാഉദ്ദീൻ നദി ഉസ്താദ് അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ഉണ്ടല്ലോ ചിലപ്പോൾ റിപ്പോർട്ട് കൊടുക്കല്, അതിൽ പെട്ടതായിരിക്കുന്ന, അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം ഇപ്പോ. അപ്പോ ഇനി കേട്ടോ, ഞാൻ ഈ പത്രക്കുറിപ്പ് വായിച്ച ശേഷം വേണം ഭരണഘടനയ്ക്ക് വരാൻ. നാസർ ഫൈസി കൂടത്തായി എന്നിവർ സംഘടനയുടെ ഭരണഘടനയ്ക്ക് വിധേയമായി മുൻകാലങ്ങളെപ്പോലെ കാലോചിതമായ പരിഷ്കരണങ്ങൾ വരുത്തിയാണ് മാനുവൽ തയ്യാറാക്കി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തിയത്. സംസ്ഥാന പ്രവർത്തക സമിതി പലതവണ മാനുവൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തതും കീഴ്ഘടകങ്ങൾക്ക് നൽകിയതുമാണ്. സംസ്ഥാന കമ്മിറ്റിയോട് ഇതുവരെ ആരും പരാതി ഉന്നയിച്ചിട്ടുമില്ല.
മാനുവൽ പ്രകാരം തെരഞ്ഞെടുപ്പിനോട് സഹകരിച്ചവരും മാനുവലിന് വിധേയമായി കീഴ്ഘടകങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുമാണ് പുതിയ ആരോപണം ഉന്നയിക്കുന്നത്. മാനുവൽ പ്രകാരം അത് ശരിയാട്ടോ. മാനുവൽ പ്രകാരം ക്രിയാത്മകമായി തെരഞ്ഞെടുപ്പ് നടന്ന മേഖല എന്ന് പറയുന്നത് ഒന്ന് കാളിയാവ് മേഖല തന്നെയാണ്. അതുകൊണ്ട് അതിന് ഗുണമുണ്ടായി. പിന്നെ നമ്മുടെ ചില പ്രവർത്തകരുടെ ശക്തമായ ഇടപെടൽ കാരണം നിലമ്പൂർ മേഖലയിലും 90% അങ്ങനെയാണ്. അതിൻ്റെ ഗുണമുണ്ടായി, അത് ശരിയാ. അപ്പോ പിന്നെ മാനുവലിന് വിധേയമായി കീഴ്ഘടകങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് പുതിയ ആരോപണം ഉന്നയിക്കുന്നത് എന്നത് വിരോധാഭാസമാണ്. മാനുവൽ സംബന്ധമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ സമസ്ത മുശാവറ ചുമതലപ്പെടുത്തിയ സമിതി SMF അപ്പോൾ പരാതി കിട്ടിയിട്ടില്ല എന്നാണ് നേരത്തെ പറഞ്ഞത്. ഇതുവരെ ആരും പരാതിപ്പെട്ടിട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. നിലവിലെ ഈ മാനുവലുമായി വിഷയവുമായി ബന്ധപ്പെട്ട് ആരും പരാതിപ്പെട്ടിട്ടില്ല സംസ്ഥാന കമ്മിറ്റിയോട്. ഇവിടെ പരാതി ചർച്ച ചെയ്ത പരാതിയെക്കുറിച്ച് പരിഹരിക്കാൻ വേണ്ടി സമസ്ത നിയോഗിച്ച സമിതി എന്ന് പറഞ്ഞാൽ പരാതി പോയിട്ടുണ്ട്. പരാതി പോയത് മുശാവറയിലേക്കാണ്. മുശാവറയിലേക്ക് പരാതി പോയിട്ടുണ്ട്. പിന്നെ എന്താ സംഭവിച്ചത് ഞാൻ പറയാൻ പറ്റുന്ന രൂപത്തിൽ ഞാൻ എൻ്റെ ഇടയിൽ പറയാം. പക്ഷേ ഇവിടെ 1-2 കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ പറയാം. സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഭരണഘടനയ്ക്ക് വിധേയമായിട്ടാണ് തെരഞ്ഞെടുപ്പ് മാനുവൽ തയ്യാറാക്കിയത്. ക്രിയാത്മകമായ തെരഞ്ഞെടുപ്പാണ് നടന്നത് എന്നാണ് ഈ മഹാന്മാർ മുഴുവനും പത്രസമ്മേളനത്തിലൂടെ അറിയിച്ചിട്ടുള്ളത്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഞാൻ പ്രസംഗിക്കുകയല്ല, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇത് SMFന്റെ ഭരണഘടനയാണ്. SMFന്റെ ഭരണഘടനയിൽ ഇതിൻ്റെ മെമ്പർമാരായിട്ട് അംഗത്വം എടുക്കേണ്ട ആളുകൾ ആരാന്ന് ഞാനൊന്ന് വായിക്കാം. ഭരണഘടനകളാണ് കളി, കത്തുമ്മലാണ് കളി. ഈ കളി പഴയ കാലത്തെയുള്ള കളിയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപാതകം നടത്താൻ വേണ്ടി സിദ്ദീഖ് തങ്ങളുടെ മകൻ കക്ഷി ചേർന്നത് പോലും ഒരു കത്തുമ്മല കളിയാ. വലിയ ദുരന്തങ്ങൾ എക്കാലത്തുണ്ടായിട്ടുണ്ട് ഇതുപോലെ തിരുത്തലുകളും മാറ്റിത്തിരുത്തലുകളും ഇതുപോലെ കൈക്രിയകളും കൊണ്ട്. അപ്പോൾ വിശ്വാസപരമായി അശ്അരി മാതുരിദി ഇവയിൽ ഒന്നിൻ്റെ, കർമ്മപരമായി ഷാഫി ഹനഫി ഹംബലി മാലിക്കി ഇവയിൽ ഒന്നിനെയും സ്വീകരിച്ച് പിൻപറ്റുന്നവരും പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ അംഗീകരിച്ച്, ഞാൻ ചുരുക്കി പറയാണ്, പിന്നെ ആശയാദർശങ്ങൾ പൂർണ്ണമായും അനുസരിക്കുന്നതോടെ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ ആശയങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന് തൽപരരുമായ താഴെ പറയുന്ന പ്രായപൂർത്തിയായ പുരുഷന്മാർ സംഘടനയുടെ ജനറൽ ബോഡി അംഗങ്ങളായിരിക്കും. എങ്ങനെയുള്ള ആളുകളായിരിക്കണം എന്ന് നോക്കിക്കോളൂ. ഓരോ മഹല്ലിൽ നിന്നും പള്ളി, ദർസ്, മദ്രസ, യതീംഖാന, അറബിക് കോളേജ്, ബോർഡിംഗ് മദ്രസ, സമസ്തയുടെ കീഴ്ഘടകങ്ങൾ. അടിവരയിടേണ്ട പോയിന്റാണത്. ഇത് മറക്കരുത് കേട്ടോ. സമസ്തയുടെ കീഴ്ഘടകങ്ങൾ ശ്രദ്ധിക്കണം. സ്ഥാപനങ്ങളെ കുറിച്ച് പറഞ്ഞു. സമസ്തയുടെ കീഴ്ഘടകങ്ങൾ ഏതാ? SKSF, SYS തുടങ്ങിയുള്ള സമസ്തയുടെ പോഷക ഘടകങ്ങൾ. ജമിയത്തുൽ മുഅല്ലിമീൻ, മാനേജ്മെന്റ് അസോസിയേഷൻ, റേഞ്ച്, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ്. അതാണ് സമസ്തയുടെ കീഴ്ഘടകങ്ങൾ. മുതലായ ദീനീ സ്ഥാപനങ്ങൾ ഭരിക്കുന്നവരിൽ മേൽപ്പറഞ്ഞ നിബന്ധനയൊത്തവർക്കും മഹല്ലിലെ ഖാളി, ഖതീബ്, മുദർരിസ്, മുഅല്ലിം തുടങ്ങിയ ദീനീ സേവകരിൽ മേൽപ്പറഞ്ഞ നിബന്ധനയൊത്തവർക്കും അംഗമാകാം. ഇതാണ് സുന്നി മഹല്ല് ഫെഡറേഷനിൽ മെമ്പർഷിപ്പ് എടുക്കാനുള്ള യോഗ്യതയായി വിവരിച്ചിട്ടുള്ളത്. കൊടുക്കേണ്ട ആളുകൾ, അംഗത്വം കൊടുക്കേണ്ട ആളുകൾ. ഇനി ഇവരിറക്കിയ മാനുവലുണ്ട്. 2025-28 ഇറക്കിയ മാനുവൽ. മുൻകാലത്തുള്ള 2022-25 കാലഘട്ടത്തിലേക്കുള്ള മാനുവലും ഞാൻ ഈ 2 മാനുവലും വായിക്കാം. ഇതിൽ ഗുരുതരമായ ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. ഒന്ന്, ഇതിൻ്റെ പിന്നെ ചീഫ് റിട്ടേണിംഗ് ഓഫീസറായി ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയാണ് ഉണ്ടായിരുന്നത്. സയ്യിദുൽ ഉലമയെ റിട്ടേണിംഗ് ഓഫീസർ സ്ഥാനത്ത് നിന്ന് മാറ്റി അവിടെ MT ഉസ്താദിനെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനിപ്പോൾ ന്യായം പറയണത് ജിഫ്രി ഉസ്താങ്ങൾ പാപ്പാൻ്റെ ഉസ്താദായതുകൊണ്ടാണ് MT ഉസ്താദിനാക്കിയത് എന്നാണ്. അപ്പോൾ
കഴിഞ്ഞ പ്രാവശ്യം ജിഫ്രി തങ്ങൾ പാപ്പാനെ റിട്ടേണിംഗ് ഓഫീസർ ആക്കുമ്പോൾ MT ഉസ്താദ് സമസ്തയിലുണ്ടായിരുന്നില്ലേ? ഉസ്താദല്ലായിരുന്നു. ഇപ്പോൾ പെട്ടെന്നൊരു ഉസ്താദിയത്തുണ്ടായതാ? അല്ല, ജിഫ്രി തങ്ങൾ പാപ്പാനെ റിട്ടേണിംഗ് ഓഫീസർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് തന്നെ അവർക്ക് ചില താല്പര്യങ്ങളുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ അവർക്കുണ്ട്. അതിലൊരു സംശയമില്ല. ആ താല്പര്യങ്ങളൊക്കെ പിന്നീട് അവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മാനുവലിൽ മെമ്പർഷിപ്പ് കൊടുക്കേണ്ട ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ പഴയ മെമ്പർഷിപ്പ് കൊടുക്കേണ്ട ആളുകളെ കുറിച്ചുള്ള ആ ഭാഗം പഴയത് വായിക്കാം, എന്നിട്ട് ഞാൻ പുതിയതും വായിക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഇവരെന്താണ് ചെയ്തിട്ടുള്ളത് എന്ന്. ഭരണഘടനയിൽ ഇതിൽ അംഗത്വം കൊടുക്കേണ്ട ആളുകളെ കുറിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായില്ലേ? ഭരണഘടനയിൽ SMFിലെ അംഗത്വം കൊടുക്കേണ്ട ആളുകൾ ആരായിരിക്കണം, അവരുടെ യോഗ്യത എന്തായിരിക്കണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓരോ പള്ളി മദ്രസകളുടെ ഭാരവാഹികൾ, അതേപോലെ സമസ്തയുടെ കീഴ്ഘടകങ്ങളുടെ ഭാരവാഹികൾ, ഇനി നിങ്ങൾ കേൾക്കണം. അതേപോലെ മുഅല്ലിം, മുദർരിസ് തുടങ്ങിയ ആളുകൾ. ഇനി കേട്ടോളൂ. പഴയ മാനുവലിലെ 2022-25 കാലഘട്ടത്തിലേക്കുള്ള മാനുവലിൽ മെമ്പർഷിപ്പിന്റെ ഭാഗത്ത് കാണാം, സുന്നി മഹല്ല് ഫെഡറേഷനിൽ രജിസ്റ്റർ ചെയ്ത് അംഗത്വം എടുത്ത മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികൾ. ഇത് പുതിയ മാനുവലാണ്. പുതിയ മാനുവലിലും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, പഞ്ചായത്ത്, ഇവിടെ നിലമ്പൂർ മേഖലയിലുള്ള പഞ്ചായത്തുകളെ കുറിച്ച് എനിക്കറിയാം. മഹല്ല് ഭാരവാഹികൾ അല്ലാത്ത നിരവധി ആളുകൾക്ക് മെമ്പർഷിപ്പ് വിതരണം, കറുത്ത കരങ്ങൾ, ഇരുട്ടിന്റെ ശക്തികൾ ഇരുട്ടിന്റെ മറവിലൂടെ വിതരണം ചെയ്തിട്ടുണ്ട് എന്നത് കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ആരോപിക്കുന്നത്. കൊടുത്തിട്ടുണ്ട്. എന്നോട് വളരെ പ്രധാനപ്പെട്ട നിലമ്പൂരുള്ള വലിയ ഒരു മഹലിന്റെ ട്രഷററായിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞു, അദ്ദേഹം കൗൺസിൽ മീറ്റിന് ചെന്നപ്പോൾ അവിടെയുണ്ട് പള്ളിയുടെ ട്രഷററായിട്ട് മറ്റൊരുത്തനെ ഇരുത്തിയിരിക്കുന്നു എന്ന്. ഇത് പിന്നെ നിങ്ങൾ ഈ കഥകൾ കേൾക്കുമ്പോൾ ഇത് ഏതോ പിന്നെ ഈ തട്ടിപ്പ് സംഘങ്ങളുടെ പരിപാടികളാണ് വിശദീകരിക്കുന്നത് എന്നൊന്നും വിചാരിക്കണ്ട. സമസ്തയിൽ കയറിക്കൂടി സമസ്തയുടെ സ്ഥാനങ്ങളും കസേരങ്ങളും ഉപയോഗപ്പെടുത്തി ഇതിൻ്റെ കാതൽ തുരക്കുകയാണ്. അതാപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള വൻചതലുകളെ പിടിച്ചു കെട്ടുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് അങ്ങനെ സമസ്തയെ വഞ്ചിച്ച് മുന്നോട്ട് പോകാം എന്നൊന്നും ആരും വിചാരിക്കണ്ട. ഇതൊക്കെ പിടികൂടും. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ നിങ്ങളെ കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും. ഇത് സമസ്തയാ. ആ ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ ആ ഒന്നാമത്തെ വിഷയം തന്നെ, നിലവിൽ പഞ്ചായത്ത് കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു പരിശോധന നടത്തിയാൽ മതി. ഞാൻ ആരോപിക്കുകയല്ല. കേരളത്തിൽ ഇത് ലൈവല്ലേ? കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലുമുള്ള പഞ്ചായത്ത് കമ്മിറ്റികളെ, തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് കമ്മിറ്റികളും ആ തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിൽ മീറ്റിൽ പങ്കെടുത്തവരും ആരായിരുന്നു എന്ന് ഓരോ പഞ്ചായത്തിലെയും SKSSFന്റെയും SYSന്റെയും സമസ്തയുടെയും പ്രവർത്തകർ അന്വേഷണം നടത്തട്ടെ. എന്നിട്ട് എന്തുവാണ് ഇവർ കളിച്ച കളി എന്ന് അവർ പഠിക്കട്ടെ. ആരോപണം ഉന്നയിച്ചു പോകുമെന്നല്ല. നമ്മൾ ഈ പ്രഷർ കയറുന്നത് നമ്മളെ വീടിന്റെ ആധാരം ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയതുകൊണ്ടല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ കുറെ പാവപ്പെട്ട മൗലവിമാരും നാടന്മാരും ഇവിടെ കാൽനടയായി യാത്ര ചെയ്ത് പടുത്തുയർത്തിയൊരു പ്രസ്ഥാനാണ്. ഇത് ആദർശ സംരക്ഷണത്തിനാ. അതിനു വേണ്ടിയായിരിക്കണം നിങ്ങൾ കുറച്ച് ആളുകൾക്ക് പരിപാടി മുടങ്ങിയപ്പോ ഇനി സ്റ്റേജും പേജും ഉണ്ടാക്കണമെങ്കിൽ, ഇങ്ങനെയുള്ള കുറുക്കു വഴികൾ നടത്തണമെങ്കിൽ അതിന് വേറെ വല്ല പാർട്ടി ഉണ്ടാക്കുക. നളന്തിയിലൊന്നും ഉണ്ടാക്കി നോക്കിയാലോ? നളന്തിയിലൊന്നും ഉണ്ടാക്കി നോക്കി. ആദർശ സംരക്ഷണ വേദി എന്ന് പറഞ്ഞിട്ട് പോയ വഴി കണ്ടില്ല. അവസാനം പലതും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും വിജയിക്കാതെ വന്നപ്പോഴാണ് ഈ പുതിയ അടവുമായി വന്നിട്ടുള്ളത്. ഉള്ള പ്രസ്ഥാനത്തെ വരുതിയിലാക്കി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കളിക്കുക. അതിനെ പ്രവർത്തകർ, സമസ്തയെ സ്നേഹിക്കുന്നവർ കരുതിയിരിക്കണം, കരുതലോടെ നീങ്ങണം. അത് പറയാനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. അപ്പോൾ ഓരോ പഞ്ചായത്തിലും നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു ജില്ലാ കമ്മിറ്റിയിൽ വന്ന ആളാരാ? സുപ്രഭാതത്തിനെതിരെ
ശത്രുക്കൾ പോലും, ഇവിടുത്തെ SSF പോലും സുപ്രഭാതത്തിനെതിരെ രൂക്ഷമായി ഇതുപോലെ വിമർശിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. വഹാബികൾ പറയുന്നത് കണ്ടിട്ടില്ല. സുപ്രഭാതം പത്രത്തിനെതിരെ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ പോലും ഇതുപോലെ രൂക്ഷമായി വിമർശിക്കാറില്ല. അതിനേക്കാൾ കടുത്ത ഭാഷയിൽ പരസ്യമായി സുപ്രഭാതത്തെ മഹല്ലത്തുകളിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി പരസ്യാഹ്വാനം ചെയ്ത വ്യക്തിയാണ് ഒരു ജില്ലയുടെ പ്രധാന ഭാരവാഹിയായി നിയമിക്കപ്പെട്ടിരിക്കുന്നത്. അയാൾ സമസ്തക്ക് എന്ത് ഗുണ ചെയ്യാൻ പോണത്? സമസ്തയുടെ സെക്രട്ടറിക്കെതിരെ കമ്മ്യൂണിസ്റ്റ് ആരോപണം നടത്തിയവൻ, സഖാവെന്ന് ആക്ഷേപിച്ചവൻ, അവനാ SMF ജില്ലാ ഭാരവാഹി. ഇത് വിളിച്ചു പറഞ്ഞാൽ നമ്മൾ മരക്കുറ്റി, നമ്മൾ ഷജറ. സുപ്രഭാതത്തിനെതിരെ ക്യാമ്പയിൻ നടത്താ, കുഴപ്പമില്ല. ജിഫ്രി തങ്ങളെ സഖാവാക്ക, കുഴപ്പമില്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഇവിടെ ജിഫ്രി സയ്യിദുൽ ഉലമക്കെതിരെ സമസ്തയുടെ അധികാര കേന്ദ്രങ്ങളിലിരിക്കുന്ന ആളുകൾ രഹസ്യമായും പരസ്യമായും സംസാരിച്ച പല റെക്കോർഡുകളും കേട്ടവരാ നമ്മള്. ആരെങ്കിലും പ്രതികരിച്ചോ? ഇല്ല. നമ്മളാ പ്രതികരിക്കാണ്ടിരുന്നത്. എന്തേ? നമ്മളെ മുമ്പിൽ സമസ്തയാണ്, അതുകൊണ്ടാ പ്രതികരിച്ചത്. ഇന്നും പ്രതികരിക്കും. ഇവരെന്നെ ഉണ്ടായിരുന്നത്, ഈ അമീദ് ഫൈസി തന്നെ ഉണ്ടായിരുന്നത്. 89-ലും അവര് തന്നെ ഉണ്ടായിരുന്നത്, ഇന്നും അവര് തന്നെയാണ്. അപ്പോ നിങ്ങൾ പരിശോധിച്ചോളൂ എല്ലാ നാട്ടിലുള്ള അവസ്ഥ എന്തായിരുന്നു എന്ന്. ഇനി ബി, മുത്തവല്ലി ഭരണമെങ്കിൽ മുത്തവല്ലി, മെമ്പർമാരായി വരേണ്ട ആളുകളുടെ പഞ്ചായത്തിലേക്കും മറ്റുമൊക്കെ. സി, മഹല്ല് ഖത്തീബ് മുദർരിസ്, ആരെങ്കിലും ഒരാൾ. ഇനി ഞാൻ ഇതിത്ത് വായിക്കട്ടോ, പുതിയ മാനുവലത്ത്. ബി, മുത്തവല്ലി ഭരണമെങ്കിൽ SMF രജിസ്റ്റർ ചെയ്ത മഹല്ലിൻ്റെ മുത്തവല്ലി. എന്തോ ഒരു ബേജാറുള്ളത് പോലെ. ഇനി നോക്കിക്കോളൂ. സി, സുന്നി മഹല്ല് ഫെഡറേഷൻ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത മഹല്ലുകളിൽ വ്യവസ്ഥാപിതമായി രൂപീകരിക്കപ്പെട്ട SMF രജിസ്റ്റർ ചെയ്ത യൂണിറ്റുകളുടെ ഭാരവാഹികൾ. ഇവിടെ പറഞ്ഞ മഹല്ല് ഖത്തീബ് മുദർരിസ്, ഇതിലാരെങ്കിലും ഒരാൾ എന്നത് എവിടെ പോയി? മാനുവലിൽ മാറ്റം വരുത്തിയിട്ടില്ല. മഹല്ല് ഖത്തീബ് ഇതിൽ വേണം, മുദർരിസ് ഇതിൽ വേണം, ആലിമീങ്ങൾ ഇതിൽ വേണം എന്നത് ഭരണഘടന നിശ്ചയിച്ച കാര്യമാണ്. മാനുവലിൽ എടുത്തു. അപ്പോൾ സി നമ്പർ മാറ്റി കൊടുത്തതായിരിക്കും. അല്ല, ഇതിൽ അങ്ങനെ ഒരു സംഭവമല്ല. ഇനി കേട്ടോളൂ, ഇതിലേറ്റവും ഗുരുതരമായൊരു വിഷയമുണ്ട്. മഹല്ല് ഖത്തീബും മുദർരിസും കൊല്ലത്തിലോ 4 കൊല്ലമോ മാറുന്നെങ്കിലും വിചാരിക്കുക. മാറാത്ത നാട്ടുകാരാണല്ലോ അതാത് നാട്ടിലെ ഭരണഘടനയിൽ പറഞ്ഞ സമസ്തയുടെ കീഴ്ഘടകങ്ങളിലുള്ള ആളുകൾ, അല്ലേ? കീഴ്ഘടകങ്ങളുടെ ഭാരവാഹികൾ. പഴയ മാനുവലിൽ ഞാൻ വായിച്ചുതരാം. എഫ്, പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന 5 പണ്ഡിതർ. ഇപ്പോ നിലവിലെ ഇതിൽ സ്ഥിരതാമസക്കാരും ആയ 5 പണ്ഡിതർ എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ജോലിക്ക് വന്ന് താമസിക്കുന്നവരാവാൻ പാടില്ല എന്ന കൃത്യ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എഫ് കണ്ടോളൂ. ജി, സമസ്ത കേരള, ഇത് പഴയതാട്ടോ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ഘടകങ്ങളായ SYS, SKSF, RJM, SKMMA, SCA, SKJQ എന്നിവയുടെ പഞ്ചായത്ത് കമ്മിറ്റികൾ തെരഞ്ഞെടുത്തു തരുന്ന ഓരോ പ്രതിനിധികൾ, ഇവരാണ് SMF പഞ്ചായത്ത് കൗൺസിലർമാർ. ഇവർക്കാണ് മെമ്പർഷിപ്പ് നൽകേണ്ടത്. ആ സ്ഥാനത്ത് ഇത് വളരെ സുതാര്യമാണ്, അല്ലേ? കാരണം SMF എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയണത് അറിയോ, നാടന്മാർക്ക് സംഘടന ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയത്. നാടന്മാർക്ക് സംഘടന അല്ലെങ്കിൽ വേറെ സംഘടന ഉണ്ടാക്കണം. ഇവിടെ SMF ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. ആ ഉദ്ദേശ ലക്ഷ്യം ഭരണഘടനയിലുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കണില്ല. ആദർശ പ്രചരണമാണ്. അതിന് പണ്ഡിതന്മാരുടെയും സയ്യിദന്മാരുടെയും സാധാരണക്കാരുടെയും അഥവാ ഉലമാഇന്റെയും ഉമറാഇന്റെയും ഒരു കൂട്ടായ്മ. അതിലൂടെ മഹല്ല്, മദ്രസ, ദർസ് സംവിധാനങ്ങളെ പരിപോഷിപ്പിക്കുക, കൂട്ടായ പ്രവർത്തനം. ഇതൊരു എല്ലാവരെയും ഉൾക്കൊള്ളേണ്ട ഒരു സംഘടനയാണ് SMF. അതിനാണ് SMF. അതുകൊണ്ടാണ് SMF സമസ്തയുടെ കീഴ്ഘടകങ്ങളുടെ എല്ലാവരുടെയും ഭാരവാഹികൾ വേണം, പഞ്ചായത്ത് മുതൽ മേഖല മുതൽ ജില്ല വരെ എന്ന് ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കീഴ്ഘടകങ്ങളുടെ പ്രതിനിധികൾ വേണം എന്നത്, ഭാരവാഹികൾ വേണം എന്നത്. എന്നിട്ട് പഴയ മാനുവൽ ഞാൻ വായിച്ചു, അതിൽ കൃത്യമായി ഓരോ പോഷകഘടകങ്ങളെയും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പുതിയ മാനുവലിൽ എഫിന്റെ സ്ഥാനത്ത് എന്താണ് എഴുതി വെച്ചത് നിങ്ങൾ കേട്ടോളൂ. നിലവിൽ പ്രവർത്തിച്ചു വരുന്ന കമ്മ്യൂണിറ്റി സെന്ററുകളുടെ ചെയർമാനും ജനറൽ കൺവീനർമാരും.
നിങ്ങൾക്ക് എന്തേ മനസ്സിലായി? എന്താണ് ഈ കമ്മ്യൂണിറ്റി? ക്യാൻസർ സെന്റർ അല്ല, കമ്മ്യൂണിറ്റി സെന്ററുകളുടെ ചെയർമാനും ജനറൽ കൺവീനർമാരും. ഇത് നിലമ്പൂർ മേഖലയിലുള്ള 45 അക്ബർ സാഹിബയുടെ 45 മഹല്ലുകൾ കൂടി ചേർന്നതാണ് നിലമ്പൂർ മേഖല എന്നാ പറഞ്ഞത് അല്ലേ? ഈ 45 മഹലിൽ എത്ര കമ്മ്യൂണിറ്റി സെന്റർ ഉണ്ട്? എന്താ ഈ കമ്മ്യൂണിറ്റി സെന്റർ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് അറിയില്ല. കേരളത്തിൽ ഒരാൾക്കും അതറിയില്ല. കാസർഗോഡ് കണ്ണൂർ ബോർഡറിൽ മാത്രമേ പരിചയം ഉണ്ടാവുള്ളൂ. അതെന്താണെന്നറിയാം നിങ്ങള്? അതിന്റെ പിന്നിലൊരു കളിയുണ്ട്. നാട്ടില് മഹല്ല് കമ്മിറ്റിയിൽ ഇല്ലാത്ത ഒരുത്തൻ, പേര് ഞാൻ പറയണില്ലേ, നാട്ടിലെ മഹല്ല് കമ്മിറ്റിയിൽ ഒരു സ്വാധീനമല്ല, നാട്ടുകാർക്ക് ആവശ്യമില്ല, കമ്മിറ്റിയിൽ ഇല്ലാത്ത ഒരുത്തൻ ആ ഭാഗത്തൊക്കെ ഭാര്യ വീട്ടിലാണ് പോയി താമസിക്കലെന്ന് അറിയണത്. ഭാര്യ വീട് നിൽക്കുന്ന മഹല്ലത്ത് കമ്മിറ്റിയിലും ഇല്ലാത്ത ഒരുത്തൻ. എന്നാൽ നളന്തയിലും മറ്റും യോഗം കൂടിയ ആളുകൾക്ക് ഇദ്ദേഹമാണെങ്കിൽ മാണിക്കല്ലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആള്. SMF കൊണ്ടുവരണ്ടേ? എന്താ ചെയ്യ? SMF ഇയാളെ കൊണ്ടുവരാൻ ഒരു കോലല്ല, മഹലിൽ കൂടെ കൊണ്ടുവരാൻ ഇയാൾ കൊള്ളണില്ല. ഭാര്യ വീട്ടിലെ മഹലിലും പറ്റണില്ല. പുതിയാപ്പിളോട് കുറച്ചെങ്കിലും വില ഉണ്ടാണ്ടി അവിടെ ഇല്ല. ഇനി എന്താ ചെയ്യുക? അപ്പോഴാണ് ഇയാളുടെ അണ്ടറിൽ ഒരു കമ്മ്യൂണിറ്റി സെന്റർ നടക്കുന്നുണ്ട്. ഇയാളൊരു കമ്മ്യൂണിറ്റി സെന്റർ നടത്തുന്നുണ്ട്. ഈ കാക്കാനെ SMFന്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഈ വിമത വിഭാഗം എന്ന് ഞാൻ ഇപ്പോൾ താൽക്കാലികമായി ആരോപിക്കുകയാണ്, മനസ്സിലാകാൻ വേണ്ടി. നളന്തയിലൊക്കെ കൂടിയ ആ സംഘം ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ് സമസ്തയുടെ പോഷക ഘടകമായ SMFന്റെ സ്റ്റേറ്റ് ഭാരവാഹികളെയും പഞ്ചായത്ത് ഭാരവാഹികളെയും മേഖലാ ഭാരവാഹികളെയും തെരഞ്ഞെടുക്കാൻ വേണ്ടി ഓരോ സ്ഥലത്തേക്കും കൊടുത്തയച്ച ഔദ്യോഗിക മാനുവലിൽ എഴുതി ചേർത്തിരിക്കുന്നത്. ഇതൊക്കെ ആരാ അതിനൊക്കെ സമാധാനം പറയാ? ഇത് പറഞ്ഞാൽ പറഞ്ഞോ കുറ്റക്കാരനാല, ഇല്ലെങ്കിൽ നിങ്ങൾ നിഷേധിക്ക്. കമ്മ്യൂണിറ്റി സെന്റർ സമസ്തയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടല്ലേ നിങ്ങളത് എഴുതി ചേർത്തത്? SMFന്റെ ഭരണഘടനയിൽ സമസ്തയുടെ പോഷക ഘടകങ്ങളുടെ പ്രതിനിധികൾ വേണം എന്ന് മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളും മഹാന്മാരായ സമസ്തയുടെ മുൻഗാമികളായ നേതാക്കളും എല്ലാവരും ജീവിച്ചിരിക്കുന്ന കാലത്ത് എഴുതിയുണ്ടാക്കിയ SMFന്റെ ഭരണഘടനയിൽ സമസ്തയുടെ കീഴ്ഘടകങ്ങൾ SKSSF, SYS പോലുള്ള കീഴ്ഘടകങ്ങളുടെ പ്രതിനിധികൾ ഭാരവാഹികൾ SMFന്റെ കമ്മിറ്റിയിൽ വേണം എന്ന് ഭരണഘടനയിൽ ഉള്ളതിനെ നിങ്ങൾ എന്തിനുമായി വെട്ടിമാറ്റി? അങ്ങനെ ഒരു സംഭവം തന്നെ പുതിയ മാനുവലിൽ നിങ്ങൾ കൊടുത്തിട്ടില്ല. അവിടെ നിങ്ങളുടെ കുഞ്ഞാപ്പൂനെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിറ്റി സെന്റർ എന്ന് എഴുതി ചേർത്തിട്ടുള്ളത്. ഇത് ഭരണഘടന വിരുദ്ധല്ലേ? എന്നിട്ട് പത്രക്കാരോട് നുണ പറയേ, ഭരണഘടനക്കനുസരിച്ചാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബഹാവുദ്ദീൻ ഉസ്താദ് അറിഞ്ഞിട്ടുണ്ടാവില്ല. ബഹാവുദ്ദീൻ ഉസ്താദ് ഇപ്പോൾ ഇങ്ങനെ പരസ്യമായിട്ട് നുണ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമല്ലേ? അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തതായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ പലയിടത്തുനിന്നും പല നിലക്കും നമ്മൾ പിടികൂടിയതാണ്. അവരൊക്കെ ഇടവണ്ണപ്പാറയെന്ന് മറ്റുമൊക്കെ മുത്തവലിനെ പിടിച്ച് കാലിയാക്കിയ ആളുകളൊക്കെ അല്ലേ? അപ്പൊ അവര് ചിലപ്പോൾ ഇതൊക്കെ പറയും. പക്ഷേ ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. നമ്മൾ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞതെങ്കിലും വിഷയം ഗൗരവമാണ്. അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾ ഭരണഘടനാ വിരുദ്ധമായും നിലവിലുണ്ടായിരുന്ന മുൻകാല നടപടികൾക്ക് വിരുദ്ധമായും ചെയ്ത നിരവധി പ്രവർത്തനങ്ങൾ ഭരണഘടനയും 2 മാനുവലും മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സമൂഹത്തോട് വിളിച്ചു പറയാൻ ഞങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾ പറഞ്ഞതിൽ അവാസ്തവമായി വല്ലതുമുണ്ടെങ്കിൽ പരസ്യമായി നിങ്ങൾ നിഷേധിക്കേ. അതിനുശേഷം ഇൻഷാ അല്ലാഹ് അതിന് മറുപടിയുമായി ഞങ്ങൾ തന്നെ രംഗത്ത് വരും. ഒരു സംശയവും ആ കാര്യത്തിലില്ല. അതിന് പരസ്യമായി വേദി കെട്ടേണ്ട കാര്യമില്ല. യൂട്യൂബിൽ ഇരുന്ന് വെറുതെ ഇരുന്ന് സംസാരിച്ചാൽ 15,000 25,000 ആളുകൾ നമ്മളിത് കേൾക്കും. അവരിലൂടെ നിങ്ങൾക്ക് ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും. നീ ചെയ്തത് അനീതിയാണ്, അതിക്രമമാണ്, സമസ്തയുടെ പൈതൃക വഴിയിൽ നിന്നുള്ള മാർഗഭ്രംശമാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആഖിറു ദുആഇൻ അൽഹംദുലില്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, നമ്മളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു